നമസ്കാരം. കേരള എംപിമാർ പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്ന KCBCയുടെ ആവശ്യത്തിന് പിന്നാലെ സമാന നിലപാടുമായി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കരുതെന്നാണ് CBCയുടെ നിലപാട്. മുൻപ് വിഷയത്തിൽ നിയമ ഭേദഗതിയിലൂടെ പരിഹാരം കാണണമെന്ന് CBCI ആവശ്യപ്പെട്ടു. അതേസമയം മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും വാർത്താക്കുറിപ്പിൽ CBCI നിലപാട് വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ബിൽ എതിർക്കപ്പെടേണ്ടതല്ലെന്ന നിലപാടാണ് CBCI മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യപ്പെടണം, മതന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിക്കണമെന്നും CBCI പറയുന്നു. അതേസമയം വഖഫ് ബില്ലിനെതിരെ ചിലർ വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമമന്ത്രി കിരൺ റിജിജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നുണകൾ പ്രചരിപ്പിക്കരുതെന്നും പാർലമെന്റിന്റെ സെഷനിൽ ബിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വഖഫ് ബില്ല് മുസ്ലിം വിരുദ്ധമെന്ന് പ്രചരിപ്പിക്കുന്നുവെന്നും ഭൂമിയും ആരാധനാലയങ്ങളും തട്ടിയെടുക്കുമെന്ന് പ്രചരിപ്പിക്കുകയാണെന്നും വഖഫ് നിയമത്തെ ഭരണഘടനാപരമാക്കുകയാണെന്നും ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണെന്നും കിരൺ റിജിജു തുറന്നടിച്ചു. ബില്ലിൽ ചർച്ച നടത്തിയായിരിക്കും ഇത് അവതരിപ്പിക്കുക. എത്രയോ നീണ്ട ചർച്ച JPCയിൽ നടന്നു. ജനാധിപത്യപരമായി തന്നെയാണ് ഈ ബിൽ കൊണ്ടുവരുന്നത്. വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. CAAയുടെ കാര്യത്തിലും ഇതേ രീതിയാണ് വ്യാജ പ്രചരണം നടന്നത്. നുണകൾ പ്രചരിപ്പിക്കരുത്, ഇരുകൈകളും കൂപ്പി പറയുകയാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരിക്കും. KCBCയുടെ നിർദ്ദേശം എല്ലാ എംപിമാരും ശ്രദ്ധിക്കണം. ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണം. KCBC RSS സമ്മർദ്ദത്തിലാണോ പ്രവർത്തിക്കുന്നതെന്നും കിരൺ റിജിജു ചോദിച്ചു. എന്തെല്ലാം വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത്? ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികളും ഈ ബിൽ കൊണ്ടുവരണമെന്ന് തന്നോട് പറഞ്ഞു. പാർലമെന്റിന്റെ കാര്യപരിപാടികൾ പരിശോധിച്ച ശേഷം എപ്പോൾ കൊണ്ടുവരുമെന്ന് പറയാനാകുമെന്നും കിരൺ റിജിജു പറയുന്നു.